കലോത്സവത്തിന് മറ്റ് ഇനങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് സ്റ്റേജുകളിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തണലുകളിലാണ്. പക്ഷേ ബാൻഡ് മേളം അങ്ങനെയല്ല. കനത്ത വെയിലിൽ നിന്ന് അത്രമാത്രം എനർജിയോടെ വേണം ഈ ബാൻഡ് മേളം അവതരിപ്പിക്കാൻ. ഈ പെർഫോമൻസിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലായിരുന്നു ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വഞ്ചിയൂരിലെ കുട്ടികളുടെ ഒരു അവതരണം. അപ്പോൾ നമ്മളൊക്കെ ബാൻഡ് മേളം കാണുന്നതാണ്, പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഓരോ ഉപകരണങ്ങൾ എന്താണ്, അവയുടെ പ്രത്യേകത എന്താണ്, ഓരോന്നിൻ്റെയും ഓരോ രീതികളുണ്ട്, അത് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ഇതെന്ന്. വല്ലാത്ത പ്രാക്ടീസ് ആയിരുന്നു അല്ലേ? അതെ, നല്ല പ്രാക്ടീസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു എൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ? എങ്ങനെയായിരുന്നു? ഫുൾ സ്കൂൾ ടൈം പ്രാക്ടീസ് ചെയ്യുക, പ്രെയർ ചെയ്യുക നന്നായിട്ട്. സിസ്റ്റേഴ്സ് ഏഞ്ചൽ മദറാണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഏഞ്ചൽ മദറിൻ്റെ എല്ലാ ഹെൽപ്പും പ്രെയറും നമ്മുടെ പ്രാക്ടീസും ഒക്കെ കൂടെ ആയിട്ട് കിട്ടിയ റിസൾട്ടും നമ്മൾ ചെയ്തത് ഒരു ഇതാണ്. ഇപ്പോൾ ഈ ബാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമൊന്നുമല്ല. ഇപ്പോൾ ഒരു വിദേശി കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇതിൻ്റെ അറ്റയറൊന്ന് പരിചയപ്പെടുത്താം. ബാൻഡ് ലീഡറിൻ്റെ കയ്യിലുള്ള ഉപകരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ബാൻഡ് ലീഡറിൻ്റെ സ്റ്റിക്കാണ്, ലീഡർ സ്റ്റിക്ക് എന്ന് പറയും. അതിനുശേഷം വരുന്നത് 4 ഇഫോണിയംസ് ആണ്. 4 പേരുണ്ട്. അതിനകത്ത് അവർ വായിക്കുന്നതാണ്. ഇതേ സെയിം പോലെ തന്നെ 8 ട്രംപറ്റേഴ്സ് ഉണ്ട്. 8 പേരാണ് അവർ. അപ്പോൾ ഇതാണ് ട്രംപറ്റേഴ്സ്. നല്ല എഫേർട്ട് വേണം വായിക്കാൻ രണ്ടും. അതിനുശേഷം 3 സൈഡ് ട്രംപേഴ്സ് ഉണ്ട്. മെയിനാണ് അനഘ എന്നാണ് പേര്. ഇവരും ബീറ്റ് പാട്ടിനൊത്ത് ബീറ്റ് ചെയ്യുക അങ്ങനെയാണ്. അതിനുശേഷം 2 സിംബൽസ് വരുന്നുണ്ട്. അതിനുശേഷം 2 ബേസ് ഡ്രംസും. ഇവരും ഇവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് മ്യൂസിക്കൊത്ത് ചേർന്ന് ബീറ്റ് അടിക്കണം. അങ്ങനെയാണ്. അപ്പം നല്ല എഫേർട്ട് ഇട്ട് 20 പേരും ഒറ്റ ഇൻറ്റൻഷനായിട്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ഈ ബാൻഡിൻ്റെ റൂൾസ് ഒക്കെ എങ്ങനെയാണ്? റൂൾസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ നിൽക്കുക, ലുക്ക് സ്ട്രൈറ്റ് ആയിരിക്കുക, ചിരിക്കാൻ പാടില്ല, ഒരു ദേശീയ ആ ഒരു ഫേസിൽ മിലിറ്ററി എങ്ങനെയാണോ അതുപോലെ നല്ല കാല് പൊക്കുക, ചെക്കൊക്കെ നല്ലതായിട്ട് കുറച്ച് ചെക്ക് ഫോർമേഷൻ രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാളിലും നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന എന്താണോ അത് ഗ്രൗണ്ടിൽ കൊടുക്കുക. അത് ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ബാൻഡ് ലീഡർ പറഞ്ഞതുപോലെ തന്നെ ബാൻഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഏത് കാര്യത്തിലായാലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ വന്നോളും. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.